ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ബിഗ് ബോസിൽ ഫാമിലി വീക്കിൽ ഇന്ന് അതിഥികളായി എത്തിയത് ജാസ്മിൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. വരുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഒരു പാൻഡ ഉണ്ടായിരുന്നു. അത് മുൻപ് അഫ്സൽ ജാസ്മിന് സമ്മാനിച്ച ഒരു ഗിഫ്റ്റാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്ന ചെറുതായാലും വലുതായാലും തരുന്നൊരു സമ്മാനമുണ്ട്. ആ സമ്മാനത്തോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും. ആ ഒരു ഇഷ്ടമൊന്നും ഞാൻ ജാസ്മിനിൽ കണ്ടില്ല. ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ചതാണെന്ന് പാരൻസും പറയുന്നുണ്ട്. 10-20 ദിവസമൊക്കെ കഴിഞ്ഞൊരു വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ വരുന്നത് നമ്മൾ ആദ്യം ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഞാനും പ്രതീക്ഷിച്ചൊരു കാര്യമാണ് ജാസ്മിൻ ഒരിക്കലെങ്കിലും അഫ്സലിനെ കുറിച്ച് ചോദിക്കുമെന്ന്. പക്ഷെ അവൾ എവിടെയും ചോദിക്കുന്നത് കേട്ടില്ല. അവളെ അനിയൻ പൊന്നുവിനെ കുറിച്ച്, പൊന്നു വന്നില്ലല്ലോ, അവനെ കാണാൻ കൊതിയുണ്ട്, അതൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ അഫ്സലിനെ കുറിച്ചൊരു വാക്കുപോലും ചോദിക്കാൻ അവൾക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം അപ്സരയുടെ ഭർത്താവിനെ പ്രതീക്ഷിച്ചിട്ട് കാണാഞ്ഞിട്ട് അമ്മയുടെ മുമ്പിൽ നിന്ന് ഏങ്ങിക്കരയുന്ന അപ്സരയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൾക്ക് അത്രയും പ്രിയപ്പെട്ട അവളുടെ ഹസ്ബൻഡ് വരാഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രയും ദിവസം 10-20 ദിവസം നിന്നപ്പോൾ അത് കാണാൻ കഴിയാഞ്ഞിട്ടുള്ള അവളുടെ ഒരു വിഷമം അത് നമ്മൾ എടുത്ത് കണ്ടതാണ്. ഞാൻ പ്രതീക്ഷിച്ചു ജാസ്മിനിലും അങ്ങനെ ഒരു കാര്യം കാണും. അവൾക്ക് അഫ്സലിനെ കുറിച്ച് പറയാനൊരു അവസരം കിട്ടാഞ്ഞിട്ടായിരിക്കും ഇത്രയും ദിവസം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഏതായാലും ജാസ്മിൻ്റെ മനസ്സിൽ അഗാധമായൊരു പ്രണയം അഫ്സലിനോടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം എടുത്തു ചോദിക്കുന്ന ഒരാൾ അഫ്സൽ തന്നെയായിരിക്കും. ജാസ്മിൻ്റെ ഉമ്മക്കും ഉപ്പക്കും അഫ്സലിനോട് താല്പര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാണ്ഡെ കൊണ്ടുവന്നതും അവളെ അഫ്സലിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നതും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അഫ്സൽ ഒരിക്കൽ കൂടി ജാസ്മിനിലേക്ക് അടുക്കുമെന്ന്. ആത്മാഭിമാനമുള്ള ഒരാൺകുട്ടിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ ചെയ്തു കൂട്ടിയത്. പ്രണയമാവാതിരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ജാസ്മിൻ ഒരു വട്ടം ലാലേട്ടനോട് പറഞ്ഞത്. ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞ് വന്ന ഒരാൾ ഇങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വാക്ക് തന്നെ അവിടെ പ്രയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. പലവട്ടം ഗബ്രിയോട് ചോദിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. നിനക്ക് എന്നോട് എന്തെങ്കിലുമുണ്ടോ, നിനക്ക് എന്നോട് എന്തെങ്കിലുമുണ്ടോ? അങ്ങനെ ഒരാൾ വിവാഹമൊക്കെ ഉറപ്പിച്ച് വന്ന ഒരാൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് ഇത്. ബിഗ് ബോസിൽ നിന്നും ഗബ്രി പോയതിന് ശേഷം ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും ഫോട്ടോയോട് സംസാരിക്കുന്നതും ഗബ്രിയുടെ മാല കയ്യിൽ വെച്ച് നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു ബന്ധം ആരംഭിക്കുന്നത്. അത് 2 മാസങ്ങൾ കൊണ്ട് തന്നെ ഗാഢമായൊരു ബന്ധമായി ബിൽഡ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു. ഗബ്രിയുടെ എവിക്ഷൻ ജാസ്മിനിൽ വല്ലാതെ ഒരു മാറ്റങ്ങളുണ്ടാക്കി. മാനസികമായി അവളെ വല്ലാതെ തളർത്തുന്നതും അവളുടെ കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ 7 മാസം പ്രണയിച്ച് വിവാഹം നിശ്ചയിച്ചു വന്ന പയ്യനെ ഒന്ന് ചോദിക്കാൻ പോലും ജാസ്മിന് മനസ്സ് വരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനം എന്താകുമെന്ന് എല്ലാ പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ടാവും. ഞാനും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലെങ്കിലും ആ ഒരു പേര് യൂസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഉപ്പ വന്ന് വളരെ സീനുണ്ടാക്കുന്നുണ്ട്, ഗബ്രിയുടെ ഫോട്ടോ മാറ്റുന്നുണ്ട്, അതേപോലെ മാല എടുത്തു മാറ്റുന്നുണ്ട്. അതൊരു മാതാപിതാക്കളുടെ കടമയാണ്. തൻ്റെ മകൾക്ക് തെറ്റായ രീതിയിലൂടെയാണ് പോകുന്നത് എന്ന് മാത്രമല്ല വിവാഹമൊക്കെ നിശ്ചയിച്ചൊരു പെൺകുട്ടി കാണിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ മാറ്റാൻ ഏത് മാതാപിതാക്കളും ശ്രമിക്കും. അത്രമാത്രമേ അവർ ചെയ്തുള്ളൂ. അല്ലാതെ വലിയ സീനുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല.